എടാ എന്താണ് ഈ പറയുന്നത്? ഇത്രയും വലിയൊരു സിറ്റിയിൽ പോലീസ് CBI വിചാരിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത രുദ്രനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാ? എന്നെ കൊണ്ട് സാധിക്കും. അവരാരും രുദ്രനെ കണ്ടിട്ടില്ല, എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൺമുമ്പിൽ ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. മുഖം ശരിക്കും കണ്ടോ? പിന്നെ വേറെ എന്ത് വെച്ച് കണ്ടുപിടിക്കാനാ? അതാണ് ഞാനും ആലോചിക്കുന്നത്. ആ പണം, ജാമർ, അതെല്ലാം എങ്ങനെ എന്റെ കാറിൽ വന്നത്? എന്നെ കാണാനെന്ന് പറഞ്ഞ പോയ കൃതിക എന്താ ഞാൻ ഫോൺ ചെയ്തിട്ട് എടുക്കാതിരുന്നത്? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇന്നലെ ഏത് നമ്പറിൽ നിന്ന് എന്നെ വിളിച്ച്? എന്റെ നമ്പറിൽ നിന്ന് വിളിച്ച്? ആദ്യം വന്ന കോളല്ല, രണ്ടാമത് വിളിച്ച കോള് നിന്റെ നമ്പറിൽ നല്ല വന്നത്. എന്റെ ഹലോ, ആരാ? ഞാനാ. ഞാൻ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും വിചാരിച്ചേ. ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ജെനി, കൃതി എവിടെ? അവള് നിന്റെ മെസ്സേജ് വന്നിട്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞു പോയതാണല്ലോ. അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. റോയൽ ഈഗിൾ ക്ലബിലേക്ക് പോകാൻ പറ. ഭയ്യ, ഗോ ടു മടിവല റോയൽ ക്ലബ്. ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. സർ, മെയിൻ ഗേറ്റിൽ ഫുൾ ക്രൗഡ്. ഗേറ്റ് 3 യൂസ് ചെയ്യും. നീ എന്താണ് നോക്കുന്നത്? എടാ, ഇവിടെ CCTV ക്യാമറ ഒന്നുമില്ല. അത് മനസ്സിലാക്കി അവൻ എന്നെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് കാണും. അപ്പൊ ആ ജാമർ റിമോട്ട് ഇവിടെ ചേർക്കും നിന്റെ പോക്കറ്റിട്ടല്ലേ? അല്ലടാ, ഞാൻ കൃതിയോട് സംസാരിക്കുന്നതിന് മുമ്പ് ലൈറ്റർ തിരഞ്ഞായിരുന്നു. അപ്പൊ എന്റെ പോക്കറ്റിലൊന്നുമില്ല. അപ്പൊ അതിന് ശേഷമാണ് അവൻ എന്നെ ഫോളോ ചെയ്തത്. ഈ ക്യാമറയുടെ വീഡിയോ ചെക്ക് ചെയ്യണം. ഹലോ, ആരോടെ നിൽക്കുന്നേ? ഗോട്ട് ഇറ്റ്. റീസ്റ്റോർ ആയിട്ടുണ്ട്. ക്യാമറ 24. നീയും കൃതിക്ക് അവിടെ ഉണ്ടായിരുന്ന ടൈം ഓർമ്മയുണ്ടോ? ഒരു 8:45 to 9. 8:45 to 9. സ്റ്റോപ്പ്. ഇവൻ തന്നെയാ. പക്ഷേ എടാ, അവന്റെ മുഖം ക്ലിയർ ആയിട്ട് കാണുന്നില്ല. കുറച്ച് ഫോർവേഡ് ചെയ്ത് നോക്ക്. ഒന്നിലും അവന്റെ മുഖം ശരിയായിട്ട് തെളിയുന്നില്ല. അവൻ ഉറപ്പായിട്ട് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ക്യാമറ എവിടെയൊക്കെ ഉണ്ടെന്ന് അവന് കൃത്യമായിട്ട് അറിയാം. സ്റ്റോപ്പ്. ഇവനെ പിടിച്ച അവൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും.